കേരളത്തിനൊരു സവിശേഷതയുണ്ട്. ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ പാതിയാണ് ഹിന്ദു, 30% മുസ്ലിം സഹോദരങ്ങളും 20% ക്രൈസ്തവ സഹോദരങ്ങളും. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എത്രയുണ്ടോ അത്ര മാത്രമേ ഹിന്ദുവും കേരളത്തിലുള്ളൂ. പക്ഷെ ഹിന്ദുക്കൾ ഇപ്പൊ ചിന്തിക്കുന്നത് നിർബന്ധിത മതപരിവർത്തന വിരോധിത നിയമം കൊണ്ടുവരണം. ഇത് പറയുന്നത് ക്രിസ്ത്യാനികളാണോ? ഇത് പറയുന്നത് മുസ്ലിങ്ങളാണോ? അല്ല. ജനസംഖ്യയിൽ 6% ക്രിസ്ത്യാനികൾ പറയുന്നു അങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല. 80% ഹിന്ദു പറയുന്നു അങ്ങനെ ഒരു നിയമം ആവശ്യമുണ്ടെന്ന്. ഇതെന്ത് വിരോധാഭാസമാണ്? ലോകത്തിലെ എല്ലാ രാജ്യത്തും ഭൂരിപക്ഷം ജനതയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം ജനതയ്ക്ക് നേരെ നോക്കിയിട്ട് അവിടെ ന്യൂനപക്ഷം പറയുന്നു ഞങ്ങളുടെ മതം മാറ്റല്ലേ, ഞങ്ങളുടെ മതം മാറ്റല്ലേ എന്ന്. പക്ഷേ 6% ക്രൈസ്തവ സഹോദരങ്ങളിലെ ചെറിയൊരു ശതമാനം മതപരിവർത്തന ലോബിയെ കണ്ടിട്ട് 80%-ത്തിലധികമുള്ള ഹിന്ദു പറയുകയാണ് ഛത്തീസ്ഗഡിലും ഗുജറാത്തിലും രാജസ്ഥാനൊക്കെ എന്ത് വേണം? നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം വേണമെന്ന്. ഇല്ലെങ്കിൽ ഇവർ ഞങ്ങളെ മതം മാറ്റി കളയും. എന്തുകൊണ്ട്? നമ്മുടെ വിശാലത, നമ്മുടെ വിശാലമായ കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാട് നമുക്ക് ഒത്തിരി ഗുണം ചെയ്തു, അതുപോലെ തന്നെ അപകടവും ചെയ്തു. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുടിഞ്ഞു വീണു മനോരമ്യലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക. കവി പാടിയിട്ടുണ്ട്. ഗാന്ധാരദേശം താലിബാൻ അഫ്ഗാനിസ്ഥാനാണ്, ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ്, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാൻ, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ, കുബേറിന്റെ സാമ്രാജ്യമായിരുന്നു ശ്രീലങ്ക, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. 66 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടന്ന എന്റെ ഭാരതം നമ്മൾ അതിഥികളായി സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മാലിക് ദീനും കൂട്ടരും ഇസ്ലാമതുമായി വന്നപ്പോ കൊടുങ്ങല്ലൂരിലടക്കം പള്ളി ഉണ്ടാക്കി കൊടുത്ത ഹിന്ദുവിന്റെ കൂടെ ജീവിക്കുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിന്റെയും കൺമുന്നിൽ വെച്ച് ഭാരതമാതാവിനെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് ഇസ്ലാമിക പാകിസ്ഥാനും മതേതര ഇന്ത്യയും ഉണ്ടായ ദിവസത്തിന്റെ പേര് കൂടിയാണ് ഓഗസ്റ്റ് 15 എന്ന കാര്യം മനസ്സിൽ വച്ചേക്കണം, മറന്നു പോകരുത്. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞു വീണു മനോരമ്യലങ്ക, മഹാദേവി നിൻ കാവിലെ പൊൻചിലങ്ക. നഷ്ടപ്പാടിന്റെ നഷ്ടത്തിന്റെ ചരിത്രം കഴിഞ്ഞ ഒരു സഹസ്രാബ്ദത്തെ പരിശോധിക്കുമ്പോൾ 66 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന എന്റെ ഭാരതത്തിന്റെ ഇന്നത്തെ വലിപ്പം, മോദിജി ഭരിക്കുന്ന ഇന്ത്യയുടെ വലിപ്പം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ എവിടെ പോയി? 30 ലക്ഷം എവിടെ പോയി? വെട്ടി മുറിച്ചു കൊണ്ടുപോയി. ഇന്നും അവർ വെട്ടിമുറിക്കുവാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ NGO സംഘിന്, നമ്മുടെ മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക്, സാമാന്യ മനുഷ്യന്, സാമാന്യ ഹിന്ദുവിന്, സാമാന്യ ക്രിസ്ത്യാനിയുടെ ഉള്ളിലൊരു ബോധമുണ്ടാകണം. ഞാൻ ജനിച്ചത് ഇവിടെയാണ്, ഞാൻ ജീവിക്കുന്നത് ഇവിടെയാണ്, ഞാൻ മരിച്ചാൽ ചേരുന്നത് ഈ മണ്ണിലാണ്, ഈ മണ്ണിന്റെ അമ്മയാണ്. ഈ മണ്ണിന്റെ പാരമ്പര്യത്തെ, സംസ്കാരത്തെ, പൈതൃകത്തെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത എന്റേതാണെന്ന തിരിച്ചറിവ് എപ്പോൾ എല്ലാ പൗർണം ഉണ്ടാകുന്നുവോ അപ്പോൾ അവരെല്ലാം വിളിക്കുന്ന പേരാണ് സ്വയം സേവകൻ. നിർഭാഗ്യവശാൽ ഇക്കഴിഞ്ഞ 65 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമാണ്. അവരിന്നും ഹിന്ദുവിനെ അവഹേളിക്കുന്നു, നിന്ദിക്കുന്നു. വർത്തമാന കേരളത്തിൽ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ്.